മേഘം കറുക്കില്ല പെണ്ണെ പെണ്ണെ, ഡ്രസ്സും കറുക്കില്ല പെണ്ണെ. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി അവിടെ ഇരുന്നോ. ഈ വീട്ടിൽ എന്തെങ്കിലും വെക്കാൻ ഒരു സാധനം പോലും ഇല്ല. അത്രയല്ലേ ഉള്ളൂ. എന്താന്ന് അത്രേ ഉള്ളൂന്നാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ ടീക്കട ഇളണ്ട് വേറെ വല്ല പണിക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കറുത്താലും എന്താടി? അതെ, ആ കടയെ മാത്രം ആശ്രയിച്ചാൽ നമുക്കിനി ജീവിക്കാൻ പറ്റില്ലാന്ന്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ജീവിക്കാ? എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല ജോലിക്കും പോയേനെ. ഇത് നോക്കെന്റെ മുത്തേ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല കാലം വരും. വരും, നന്നായി വരും. നിങ്ങൾ എപ്പോ ആ കട നിർത്തുന്നോ അപ്പൊ നല്ല കാലം വരും. ഒരു ദിവസം 4 ചായയും 7 വടയും, എന്നിട്ടത് ഹോട്ടലാണെന്ന്. അങ്ങനല്ലടി, നീ ഒന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാവും. ബിസിനസ് വളരുന്നേ. ശരി, ഞാൻ ആ ചെട്ടിയാരോട് കുറച്ച് കടം ചോദിക്കാം, അയാള് തരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഥ പറയേ. എന്റെ മരുന്നാണെങ്കിൽ എല്ലാം തീർന്നിരിക്കുക. ഒരു 100 രൂപയല്ലേ ചോദിച്ചുള്ളൂ, അതുപോലും തരാൻ നിങ്ങൾക്ക് കഴിയില്ല. എല്ലാം എന്റെ തലയെഴുത്ത്. സത്യം തന്നെ. എന്ത് പറയാനാ, പാവം ഗൗരി. പെട്ടെന്ന് തന്നെ അവക്ക് ആ മരുന്നൊക്കെ മേടിച്ചു കൊടുക്കണം. 100 രൂപ ഇനിയിപ്പോ ആരോടാ കടം ചോദിക്കാ? നാട് മുഴുവൻ എല്ലാരോടും കടം വാങ്ങിച്ചു. ആ ദൈവമേ, നീ വേണം കരുണ കാണിക്കാൻ. എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാതെ ഞാൻ പോവില്ല. താൻ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? സഹായം ചോദിച്ചപ്പോ ഇങ്ങനെയാ? ഈ ദൈവത്തിന് ഞാൻ സൈക്കിളിൽ വരുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതും പഞ്ചറാക്കി. എന്താ ഇത്? 100 രൂപ. ദൈവമേ, ചോദിച്ചപ്പോ വാരി തരാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തന്നില്ലേ? താൻ എന്ത് ദൈവോ? ആദ്യം കഷ്ടപ്പാട് തരും, പിന്നെ കാശ് കോരി തരും. താനാള് സൂപ്പറാണ് കേട്ടോ. വളരെ നന്ദി. ഇതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യക്ക് മരുന്ന് വാങ്ങിക്കും. വേഗം പോവാ. എങ്ങനെയാ 100 രൂപ കിട്ടി? ഭാര്യക്ക് മരുന്ന് മേടിച്ചോണ്ട് പോവാ. ഇതാരെങ്കിലും വന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണം. എന്താ ഇത്? ആരെ ചിരിക്കുന്നേ? ഇതിൽ ചിരിക്കാൻ ഇത്ര മാത്രം എന്താ ഉള്ളത്? ഞാൻ കഷ്ടപ്പെട്ടു, എനിക്ക് കാശ് കിട്ടി, അത്ര തന്നെ. കളിയാക്കി ചിരിക്കുന്നു. ഞാൻ നോക്ക്. ആരെയും കാണുന്നില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ പിന്നെ കണ്ടോളാം. നോക്ക്, ഈ 100 രൂപ നിനക്ക് വലിയ കാര്യമായിരിക്കില്ല, പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. 1 കോടി രൂപയ്ക്ക് സമ. വീണ്ടും ഇതിരിക്കുന്നത്. നിന്നെ ഞാൻ കണ്ടോളാം, പിന്നെ വന്ന് തരാം. നിന്നെ എന്റെ കൈ കിട്ടിയാ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? നിന്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചിരുന്നോ? നമ്മളെ കല്യാണത്തിനെ കുറിച്ചിട്ടോ? അതെ, അതാണല്ലോ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ഓർമ്മയില്ലേ? ഞാൻ നമ്മളെ കുറിച്ച് വീട്ടിൽ പറഞ്ഞിരുന്നു, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. അപ്പൊ പറഞ്ഞു പയ്യനെ കാണണമെന്ന്. ഓക്കെ, ഒരു ദിവസം വീട്ടിൽ വന്ന് സംസാരിക്കാം. ബൈ. ഗൗരി, എന്റെ ഗൗരി. ദാ വരുന്നു. എന്താ കാര്യം? അവര് രണ്ടുപേരും ആരാ?
ശ്രീ ആഞ്ജനേയ 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 അയ്യോ ദൈവമേ രക്ഷിക്കണേ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനും തുറച്ചു നോക്കാം. എന്താ ഇത് എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ? എല്ലാവരും എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത്. ഷോ, ഇവരൊക്കെ ആരാ? അനന്ത്, സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. വെരി ഇന്റൻസീവ് ആൻഡ് ടിപ്പിക്കൽ മലയാളം. ഗ്രേറ്റ് ജോബ്. താങ്ക് യു സൂര്യ. ഇനി നമുക്ക് ആവശ്യം ഒരു പഴയ വീടാ. എത്ര പഴമയുള്ളതാണോ അത്രയും നല്ലത്. യെസ്. എനിക്കൊരു വീടറിയാം. എവിടെ? കൊട്ടുകേഹര മൂഡ്ഗേരയ്ക്ക് ശേഷം വരും. അതൊരു പഴയ വീടാണ്. അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ അവിടെ രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അയാളോട് ചോദിക്കാം. ഐ തിങ്ക് ഐ ഹാവ് ഹിസ് നമ്പർ. ഓക്കെ. നിന്നോട് പറയണമെന്ന് വിചാരിച്ചാ. ഇന്നലെ നീ പോയത് പിന്നെ ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. എന്ന് വെച്ചാ? ആരോ ഒരാൾ ഒരു ലേഡിക്ക് ഗിഫ്റ്റ് കൊടുത്ത മാതിരി ഒരു ഗോൾഡ് ചെയിൻ, ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു. ആ ലേഡി അത് ഇട്ടിട്ട് ഒരുപാട് ചിരിച്ചു. അതൊരു വല്ലാത്ത ചിരിയായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ ചിരിക്കാറ്. എന്താ അങ്ങനെയല്ലേ? വിചിത്രമായ ശില്പം എന്ന് പറഞ്ഞാ? അത് എക്കോ അടിക്കുന്ന പോലെ. ഇനിയിപ്പോ അത് പ്രേതാണെന്ന് പറയോ? അത് ശരി, അതിൽ വിചിത്രമായ എന്താ ഉള്ളേ? അവർ ധരിച്ചിരുന്നത് എന്റെ ചെയിൻ. ആ ചിരിയെ അത് ദുഷ്ടശക്തിയല്ലയാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അത് നിനക്ക് നല്ലതേ ചെയ്യൂ. ഇന്നലെ ഞാനും ഒരു സ്വപ്നം കണ്ടു. ഒരു ഭയങ്കരമായ സ്വപ്നം. ഞാനൊരു പ്രേതത്തിനെ കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവൻ വാ തുറന്ന പ്രേതം ഭൂതം പിശാചെന്ന് മാത്രമേ പറയുള്ളൂ. നിനക്ക് എന്താടാ പ്രശ്നം? ഇതൊക്കെ വെറും സ്വപ്നമല്ലടാ. എനിക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരാറുണ്ട്. കാടിന്റെ ഇടക്ക് ഒറ്റൊരു വീട്, ചെറിയൊരു നടപ്പാത, പിന്നെ കറുപ്പ് സാരിയിട്ട് ഒരു പെണ്ണ്. കറുപ്പ് സാരിയോ? അതേടാ, പക്ഷെ പട്ടുസാരിയാണോ കോട്ടൺ സാരിയാണോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ചോദിച്ചു പറയാട്ടോ. പോടോ. ആ, ഇതാണ് ആ വീട്. ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നേ? ഒരു ഇലക്ട്രോണിക് എക്സിബിഷന് പോണം. ടിഫിൻ കഴിച്ചിട്ട് പോ മോനെ. വെളിയിൽ പോയി കഴിച്ചോളാം അമ്മേ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. നിനക്കുള്ള ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റിനെ കുറിച്ച് എനിക്കൊരു പ്രശ്നവും ഇല്ല മോനെ. അത് നിന്റെ ഇഷ്ടം. അതിന് ശാസ്ത്ര സമ്പ്രദായങ്ങളെ അപമാനിക്കരുത്. അത് നമ്മുടെ കുലത്തൊഴിലാ. അത് എത്ര പ്രധാനമാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജോത്സ്യന് ആവശ്യമുള്ളത് ജ്ഞാനവും അറിവുമാണ്. അതെല്ലാം നിന്റെ അടുത്തും ഉണ്ട്. അത് ദൈവം നിനക്ക് തന്ന അനുഗ്രഹമല്ലേ. അത് അപമാനിക്കരുത് മോനെ. നിന്റെ അച്ഛൻ പറയുന്നത് ശരിയാ മോനെ. ജോത്സ്യം നോക്കുന്നത് നമ്മളുടെ കുലത്തൊഴിലാ. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അമ്മേ, അത് കുലത്തൊഴിലൊക്കെ ആയിരിക്കാം. പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്താ അമ്മേ ചെയ്യാ? ഇത് കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് വളരെ ഇഷ്ടമാ. എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയും പറഞ്ഞ് എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്.